ഇന്ന് കിയാറ വീട്ടിൽ നിൽക്കുന്ന ഒരു ദിവസമാണേ. ഇന്ന് ഫാറിദ് ബന്തല്ലേ, അതുകൊണ്ട് കിയാറയ്ക്കിന്ന് പോകണ്ട. സ്കൂളുകളും ഇല്ലല്ലോ, അതുകൊണ്ട് അവൾക്കും ഇല്ല. അങ്ങനെ രാവിലെ എഴുന്നേറ്റ് വന്ന് ബ്രെഡും ജാമും കണ്ടുകൊണ്ട് അവൾക്ക് ബ്രെഡും ജാമും വേണമെന്ന്. ഞങ്ങൾ രാവിലെ ഞാനും ചേട്ടനും കൂടെ മിക്കൂസിന് ഇന്ന് വാക്സിൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതെടുക്കാമെന്ന് പറഞ്ഞ് പോയിട്ട് അവിടെ അടച്ചേക്കുന്നു. അപ്പോൾ തിരിച്ച് വന്നപ്പോൾ ഞങ്ങൾ ബ്രെഡും ജാമും മേടിച്ചിട്ട് വന്നു. വീട്ടിൽ ദോശ ഉണ്ടാക്കി, പൊട്ടാറ്റോ കറി ഉണ്ടാക്കി, സാമ്പാറുണ്ടാക്കി. അപ്പോൾ ഇതൊക്കെ ഉണ്ട്. പക്ഷേ അവൾക്കതൊന്നും വേണ്ട. അവൾക്ക് ഇത് കണ്ടപ്പോൾ ബ്രെഡും ജാമും കണ്ടപ്പോൾ ബ്രെഡും ജാമും വേണമെന്ന്. അങ്ങനെ അതും വെച്ചുകൊണ്ട് രാവിലെ അങ്ങ് ഇരിക്കുമായിരുന്നു. പിന്നെ അമ്മ സാമ്പാർ ചൂടാക്കുന്നു. ഇന്നലെ ഉണ്ടാക്കിയാണ്. പിന്നെ രാവിലെ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കി. ചേട്ടന് ചോറെല്ലാം കൊടുത്തു വിടണമല്ലോ. അപ്പം ഗവൺമെൻറ് ഓഫീസേഴ്സിനൊക്കെ ജോലി ഉണ്ടല്ലോ. അങ്ങനെ ചേട്ടൻ പോയി. അങ്ങനെ മിക്കൂസിനെ കൊണ്ട് ഞങ്ങൾ തിരിച്ചു വന്ന്. മിക്കൂസ് ഇത് ഇവിടെ കളിച്ചുകൊണ്ട് കിടക്കുന്നു. മിക്കൂസിന് കിയാറേനെ ഭയങ്കര ഇഷ്ടമാണ്. അവളുടെ ഈ കൊലുസിൻ്റെ കിലുക്കമൊക്കെ കേൾക്കുമ്പോഴേ അവൾ വരുമ്പോഴേ മിക്കൂസിന് അറിയാം. അതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ്. അവളെ ശ്രദ്ധിച്ച് ഇങ്ങനെ ഇരിക്കും. പക്ഷേ ഇവൾ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ഒരു തോണ്ടൊക്കെ കൊടുക്കും അവന്. ചിലപ്പോൾ തലമുടിയിലൊക്കെ പിടിച്ച് വലിക്കുമോ അല്ലെങ്കിൽ ഒരു അടിയൊക്കെ കൊടുക്കും. കുറച്ച് നേരമൊക്കെ ഭയങ്കര സ്നേഹമായിരിക്കും. നല്ല ഉമ്മയൊക്കെ വെച്ച് എപ്പോഴും ഉമ്മ കൊടുക്കണം. അതൊക്കെ വെച്ച് ഉമ്മ കൊടുത്തിരിക്കും. പിന്നെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവളുടെ സ്വഭാവം ഇങ്ങനെ പുറത്ത് വരും. മിക്കൂസ് കരഞ്ഞപ്പോൾ ഞാൻ പിന്നെ അവനെയും പോയി എടുത്തുകൊണ്ട് വന്നു. അവന് കുറച്ച് നേരം കിടന്നു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാണ്. അവനെ പിന്നെ എടുത്തുകൊണ്ട് നടക്കണം. പിന്നെ കിയാർ തരേണ്ട ബ്രെഡും ജാമിൻ്റെയും കളിയിൽ അങ്ങനെ നിൽക്കുന്നു. പിന്നെ ഞാൻ വഴക്ക് പറഞ്ഞിട്ടാവുന്നു ദോശ കഴിക്കാനായിട്ട് വാടി, ദോശ കഴിക്കാം എന്നൊക്കെ പറഞ്ഞ് അവളെ വിളിച്ചു. അങ്ങനെ ഞങ്ങൾ 2 ദോശയൊക്കെ എടുത്ത് സാമ്പാർ തേണ്ട രാവിലത്തെ പാല് കണ്ടു അവളുടേത്. അതുപോലെ ഇരിക്കുന്നു. അവളത് കുടിച്ചിട്ടില്ല. പിന്നെ ഇച്ചിരി ദോശ കൊടുക്കാമെന്ന് ഓർത്തുകൊണ്ട് പറഞ്ഞ് ദോശ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അവൾ കേൾക്കുന്നില്ല. പിന്നെ ഇച്ചിരിയൊക്കെ കഴിച്ചിട്ട് എൻ്റെ അടുത്തിരുന്ന് വഴക്കമുണ്ടാക്കി. പിന്നെ നേരെ അമ്മ വന്നപ്പോൾ അമ്മ ദോശ എടുത്ത് വെച്ചുകൊണ്ട് പിന്നെ നേരെ അമ്മയുടെ അടുത്തോട്ട് പോയി അവൾ ദോശ കഴിക്കാനാന്ന് പറഞ്ഞിട്ട്. രാവിലെ പിന്നെ എഴുന്നേറ്റ് അങ്ങനെ വലിയ കഴിപ്പൊന്നുമില്ല. രാവിലെ പാല് കുടിക്കും. പിന്നെ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കും. പിന്നെ എന്തെങ്കിലും കുറുക്ക് കൊടുക്കും. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും അത് കഴിച്ചില്ലെങ്കിലായിരിക്കും ചിലപ്പോൾ ഞാൻ കുറുക്ക് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് രാവിലെ പോകുന്നത്. പിന്നെ ഇപ്പം ഡേ കെയറിലാക്കിയതിന് ശേഷം അവരെങ്ങനെയെങ്കിലുമൊക്കെ കൊണ്ട് നടന്ന് കൊടുക്കും. ഇല്ലെങ്കിൽ എനിക്കൊന്ന് സ്നാക്സ് കഴിക്കും. അങ്ങനെയൊക്കെയാണ്. ഇവൾ വലിയ കഴിപ്പൊന്നുമില്ല. അതുകൊണ്ട് അമ്മയുടെ അടുത്തിരുന്ന് കളിച്ച് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഇന്നലെ ചേട്ടൻ ഒരു സാധനം വാങ്ങിച്ചുകൊണ്ട് വന്നത് ഇങ്ങനെ ഈ ഒട്ടിക്കുന്നൊരു സംഭവമില്ലേ, 1 2 3 ABCD അങ്ങനെ ഒരുപാട് സംഭവമുണ്ട്. ഇതെല്ലാം നമ്മളിങ്ങനെ ഈ കാന്തം പുറകിലുണ്ട്. അപ്പം ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടുമല്ലോ. അലമാരയുടെ കൊണ്ടുവന്ന് ഒട്ടിച്ച് കളിച്ചുകൊണ്ടിരിക്കുന്നു. രാവിലെ പിന്നെ അതായിരുന്നു പണി. ഇന്നലെ തൊട്ട് അതായിരുന്നു പണി. പക്ഷേ ഇന്നലെ പിന്നെ വഴക്ക് പറഞ്ഞ് പിന്നെ അവളൊന്ന് ഉറങ്ങി. അല്ലേ പിന്നെ അത് വെച്ചുകൊണ്ട് ഇങ്ങനെ രാത്രി വരെ അങ്ങനെ ഇരിക്കുമായിരുന്നു. അങ്ങനെ ചേട്ടൻ പറഞ്ഞ് അപ്പോൾ രാവിലെ ഇതെടുക്കാൻ വേണ്ടി അവൾ നോക്കിയിരിക്കുമായിരുന്നു. രാവിലെ ആയതും അവൾ എഴുന്നേറ്റ് വന്ന ഉടനെ ചോദിച്ചത് ഈ ഒരു സംഭവമാണ്. പിന്നെ മിക്കൂസിനെ അവിടെ കിടത്തി കിയാമ്മ ടിവിയും കണ്ട് അതും ഒട്ടിച്ച് അങ്ങനെ ഇരിക്കുന്നു. അങ്ങനെയൊക്കെയാണ് സമയം പോകുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേരുണ്ടെങ്കിൽ സമയം പോകുന്നത് അറിയത്തില്ല. പിന്നെ കുറേ സമയം കഴിഞ്ഞിട്ട് പിന്നെ അവൾക്ക് ഐസ്ക്രീം ഉണ്ടായിരുന്നു. ബട്ടർ സ്കോച്ചിൻ്റെ ഒരു ബോക്സ് ഐസ്ക്രീം മേടിച്ചു. അപ്പം അതും പഴവും കൂടെ ഞാൻ എന്ത് ചെയ്യുമെന്നറിയാമോ, ഒന്ന് ഏത്തപ്പഴം കട്ട് ചെയ്ത് അതിലിട്ട് കൊടുത്ത് അങ്ങനെയെങ്കിലും കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അത് കഴിച്ചുകൊണ്ടിരിക്കുവാണ്. അതും ഇച്ചിരി കഴിച്ചതേ ഉള്ളൂ. അങ്ങനെ എല്ലാം ഇച്ചിരി കഴിക്കത്തേ ഉള്ളൂ. അങ്ങനെ അത് കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ ദാണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇടയ്ക്ക് 2-3 പ്രാവശ്യം ഇങ്ങനെ കഴിക്കും, പോവും. അങ്ങനെ ഇന്നത്തെ മീൻ കിളിമീനാണ്. ഇവിടെ ഞവര എന്നൊക്കെ പറയും. അവളത് കഴിച്ചില്ല. അപ്പോൾ പിന്നെ ഞാൻ ഓർത്ത് ഞാൻ ഇനി കൊടുത്തു നോക്കാമെന്ന്. അങ്ങനെ ഞാൻ കൊടുത്തു നോക്കി. ഇടയ്ക്കൊക്കെ ഒരിച്ചിരി കഴിക്കും. പക്ഷേ ഇവളെ വീട്ടിൽ നിൽക്കുന്ന ദിവസം എന്ന് പറഞ്ഞാൽ എൻ്റെ ജോലിയൊന്നും നടക്കത്തില്ല. എനിക്ക് തുണി അലക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നടക്കത്തില്ല. മിക്കൂസിനെ എടുക്കാനോ ഒന്നും ഇവൾ സമ്മതിക്കത്തുമില്ല കേട്ടോ. ഇവൾ പിന്നെ ഭയങ്കര ബഹളമായിരിക്കും. അവനെ ഞാൻ എടുക്കണ്ട, അവളെ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ളൊരു ചെറിയ അസൂയ അവൾക്കുണ്ട്. അപ്പോൾ ചിലപ്പോൾ വിചാരിക്കും ഡേ കെയർ ഉണ്ടായിരുന്നെങ്കിൽ മതിയായിരുന്നു, അവിടെയെങ്കിലും ചെന്നിരിക്കുമല്ലോ എന്ന്. എന്നാലും സമയം പോവും. അവളുണ്ടെങ്കിൽ പിന്നെ സമയം പോവും. എന്തെങ്കിലുമൊക്കെ പറഞ്ഞും ബഹളം വെച്ചും ഒക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് നടക്കും അവൾ. അവൾക്കങ്ങനെ ടി വി കാണാനോ ഫോണോ അങ്ങനെയൊന്നും വലിയ അഡിക്റ്റോ കാര്യങ്ങളോ ഒന്നുമല്ല. പക്ഷെ അവൾക്കിങ്ങനെ കളിച്ചിങ്ങനെ അങ്ങ് നടക്കണം. അതാണ്. അതിൻ്റെ കസേരയൊക്കെ എടുത്ത്
ടി വി ഒന്നും അവൾ ശ്രദ്ധിക്കുന്നേ ഇല്ല. പിന്നെ ചുമ്മാ കാർട്ടൂണൊക്കെ ഇടുന്നു എന്നേ ഉള്ളൂ. പിന്നെ കിയാരയുടെ ഈ കളിയും ബഹളവും എല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് കുളിപ്പിച്ചേട്ടോ. കുളിപ്പിച്ചപ്പോൾ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. തണുപ്പ് വന്ന് വെള്ളം നല്ല ഇത്തിരി തണുപ്പുണ്ടായിരുന്നേ. അങ്ങനെ തണുപ്പാന്ന് പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ തലയൊക്കെ തോർത്തി ഉടുപ്പൊക്കെ ഇട്ട് കൊടുത്ത് അവളെ ഒന്ന് സെറ്റ് ചെയ്ത് അവൾക്കിനി ചോറൊക്കെ കൊടുക്കണം. പിന്നെ അവളെ ഒന്ന് ഉറക്കണം. അതാണ് ഇനി അടുത്ത പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മിക്കൂസിനെയും ഉറക്കിക്കഴിഞ്ഞ് അവനെയും ഉറക്കിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇന്നത്തെ ഉച്ച വരെയുള്ള എൻ്റെ എല്ലാ പണികളും ഇങ്ങനെ അങ്ങ് അവസാനിക്കും. പിന്നെ വൈകുന്നേരം പിന്നെ ചേട്ടൻ വന്നു കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ ഉള്ളതൊക്കെ. ഇന്ന് ചിലപ്പോൾ ചേട്ടൻ നേരത്തെ വരുമായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ പണികൾ. ഇതൊക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഉടുപ്പിടാനും എല്ലാം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മോങ്ങൽ അവൾക്കുണ്ട്. അപ്പം ഞാൻ ഓർക്കും ദൈവമേ ഇവിടെ ഇങ്ങനെയാകുമ്പോൾ ഈ ഡേ കെയറിലൊക്കെ എന്തായിരിക്കും അവസ്ഥയെന്ന്. പക്ഷെ അവൾ അവിടെ വലിയ ബഹളമൊന്നുമില്ല എന്നാണ് അവർ പറയുന്നത്. ഇവിടെ എന്തായാലും അവളെ ഇങ്ങനെ കൊഞ്ചിച്ച് നടക്കുന്നുണ്ടായിരിക്കും. അവളെ പിന്നെ ഞാൻ തന്നെ എടുക്കണം. മിക്കൂസിനെ എടുക്കുവാണെങ്കിൽ പിന്നെ അപ്പോഴേ സീനാവും അവളെ എടുക്കണമെന്ന് പറഞ്ഞിട്ട്. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇനിയിപ്പോൾ ഇവർ രണ്ടുപേരും ഒന്ന് ഉറങ്ങി കഴിഞ്ഞിട്ട് വേണം എനിക്കൊന്ന് സമാധാനമായിട്ട് ചോറ് കഴിക്കാൻ. മിക്കവാറും ചോറെടുത്ത് വെക്കുമ്പോഴേ മിക്കൂസ് എണീക്കും. അതിവിടെ പതിവാണ്. ഞാനെപ്പോൾ കഴിക്കാൻ എടുക്കുന്നോ അപ്പം അവ എണീക്കും.
അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത് വീണ്ടും കാണാം. ഞാൻ അവളെ കൊണ്ടിങ്ങനെ ഹായ് പറയിക്കുന്നതാണ്. ചോറ് കഴിക്കാൻ മടിയായതാണ്. പിന്നെ വിചാരിച്ചു കുറുക്ക് കൊടുക്കാമെന്ന്. അങ്ങനെ പിന്നെ ഇച്ചിരി കുറുക്ക് കൊടുക്കാനുള്ള പരിപാടിയിലാണ്. അങ്ങനെ കുറുക്കെല്ലാം കൊടുത്ത് രണ്ടും ഒന്ന് ഉറങ്ങി കേട്ടോ. എനിക്ക് ദൈവമേ ആശ്വാസമായി. ഇനി എനിക്കൊന്ന് സമാധാനമായിട്ട് ചോറ് കഴിക്കാമല്ലോ എന്നോർത്ത് അമ്മ തുണി അലക്കാനായിട്ട് പുറത്തിറങ്ങിയേ. പുറത്തിനി ചോറ് കഴിക്കാമെന്ന്. അങ്ങനെ ഞാൻ ചോറുണ്ടായിരുന്നു, മുട്ടയുണ്ടായിരുന്നു, ചമ്മന്തി ഉണ്ടായിരുന്നു, അച്ചാറുണ്ടായിരുന്നു, നമ്മുടെ പൊട്ടറ്റോ മെഴുക്കുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ടായിരുന്നു ചോറ് കഴിച്ചത്. പിന്നെ മീനുണ്ടായിരുന്നു, മീൻ വറുത്തതുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ടാണ് ചോറ് കഴിച്ചത്. എന്തായാലും എനിക്ക് ചമ്മന്തി, മുട്ട അങ്ങനെയുള്ള എന്തെങ്കിലും കറിയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ചോറ് കഴിക്കും ഞാൻ. എനിക്കിപ്പോൾ ഒഴിക്കുന്ന കറി അങ്ങനെയൊക്കെ വേണമെന്ന് വലിയ നിർബന്ധമില്ല. പിന്നെ ചേട്ടനും അങ്ങനെ വേണമെന്ന് നിർബന്ധമില്ല. പക്ഷേ എൻ്റെ പപ്പയ്ക്കൊക്കെ ആണെങ്കിൽ ഒഴിക്കുന്ന കറിയൊക്കെ വേണം നിർബന്ധം. അപ്പോൾ ഇത്രയൊക്കെ കൂട്ടി നന്നായിട്ട് ഞാൻ ചോറ് കഴിച്ചു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത് കാണുമ്പോഴേക്കും ബൈ.